നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊടും ചൂട് സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ ആശ്വാസമായി വേനൽ മഴ പെയ്തു. ഇവിടെ തിരുവനന്തപുരത്തുമൊക്കെ ഇന്നലെ രാത്രി കാര്യമായി വേനൽ മഴ പെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വേനൽ മഴയുടെ വാർത്തകൾ വരുന്നുണ്ട്. ചൂടിന് ഇന്നു മുതൽ അല്പം ശമനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. 39.5 ഒക്കെ ഇന്നലെ പാലക്കാട്ട് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ഇതിലൊക്കെ വലിയ കനത്ത ചൂടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ചൂട് രേഖപ്പെടുത്തിയത് അകോള എന്ന മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്താണ്. അകോള ഒരു കാർഷിക സ്ഥലമാണ്, കാർഷിക ഗ്രാമമാണ്. അവിടെ 46 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ കരുതുമ്പോൾ തൽക്കാലം നമ്മൾ ആ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ ഭാവിയിൽ സംഭവിച്ചേക്കാം. കാരണം നേരത്തെ ഉള്ളതിനേക്കാളൊക്കെ 4 ഡിഗ്രിയൊക്കെ നമ്മുടെ ചൂട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ. 46 ഡിഗ്രിയിലൊക്കെ മനുഷ്യർ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗതികേട് നമ്മൾ ആലോചിക്കണം. ഒപ്പം മഴ, നേരത്തെ പറഞ്ഞതുപോലെ വേനൽ മഴയുടെ ഒരു ആശ്വാസമൊക്കെ വരുന്നുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരവധിയായി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കണം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകൾക്ക് ചെറിയൊരു അനക്കം വെക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ട്രംപ് ഇറാൻ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നു, വൈറ്റ് ഹൗസ് അടക്കം എന്നുള്ള വിവരമുണ്ട്. ഒപ്പം ബംഗാളിൽ നാളെ വോട്ടെടുപ്പ് 29 നാളെ. അതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുകയാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി എക്സിറ്റ് പോളുകൾ പുറത്തു വരും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായകമായ എക്സിറ്റ് പോളുകൾ നാളെ വൈകുന്നേരമാകും പുറത്തു വരിക. ഇന്നലെ ബംഗാളിൽ പരസ്യ പ്രചരണം അവസാനിച്ചിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസമാണ്. വലിയ അക്രമ സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇതടക്കം നിരവധി വാർത്തകളുള്ള വളരെ സമഗ്രമായ ഒരു വാർത്താ ദിനമാണ് ഇന്ന്. നമുക്ക് തലക്കെട്ടുകളിലേക്ക് പോകാം. കൊടും ചൂടിന് ശമനമില്ല. സംസ്ഥാനത്ത് താപനില വീണ്ടും ഉയരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെ ഇന്ന് മുന്നറിയിപ്പ്. വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷം. രാത്രികാല നിയന്ത്രണം പലയിടങ്ങളിലും മണിക്കൂറുകളോളം. ബോർഡിന്റെ ഉന്നതതല യോഗം ഇന്ന്. ഇടുക്കി നെടുങ്കണ്ടത്ത് കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ മേരിക്കുട്ടിയുടെയും മകൻ റെജിയുടേതുമെന്ന് നിഗമനം. പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രതിയെന്ന് സംശയിക്കുന്ന മേരിക്കുട്ടിയുടെ ഇളയ മകൻ സജിക്കായി തെരച്ചിൽ. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ദളിത് സംഘടനകളുടെ ഹർത്താൽ തുടങ്ങി. മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം. അവശ്യ സർവീസുകളെ ഒഴിവാക്കി. വാഹനങ്ങൾ തടയില്ല. പക്ഷേ തമ്പാനൂരിൽ KSRTC ബസ്സുകൾ സമരാനുകൂലികൾ തടയുന്നു. ബംഗാളിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 142 മണ്ഡലങ്ങൾ വിധി എഴുതും. ജനവിധി തേടുന്നവരിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി. വീണ്ടും പശ്ചിമേഷ്യയിൽ നയതന്ത്ര ചർച്ചകൾ. സമാധാനത്തിനുള്ള ഇറാന്റെ നിർദ്ദേശങ്ങൾ ട്രംപ് വിലയിരുത്തി. അനുകൂലമെങ്കിൽ പരിഗണിക്കാമെന്ന് ഇറാൻ. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. വെടിനിർത്തലിന് ശേഷം കൊല്ലപ്പെട്ടത് 40-ലധികം പേർ. IPL-ൽ ബംഗളൂരുവിന് മുന്നിൽ തകർന്നടിഞ്ഞ് ഡൽഹി ക്യാപിറ്റൽസ്. ബംഗളൂരുവിന് ജയം. 9 വിക്കറ്റിന് 75 റൺസിന് ഡൽഹിയെ പുറത്താക്കി ബംഗളൂരു പട. ഇന്നലെ അതിശക്തമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നലെ രാത്രി ആശ്വാസമായി വേനൽ മഴയുടെ ഒരു കുളിര് സംസ്ഥാനത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പല സ്ഥലങ്ങളിലും വേനൽ മഴ പെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ഓഫീസ് നിൽക്കുന്ന കുളത്തൂരിലും കഴക്കൂട്ടം ഏരിയയിലും ഒപ്പം തിരുവനന്തപുരം സിറ്റിയിലുമൊക്കെ ഇന്നലെ രാത്രി കാര്യമായി മഴ പെയ്തിരുന്നു. രാത്രി ഒരു 3 മണി വരെയൊക്കെ ശക്തമായ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഏതായാലും 12 ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. ഒരുപക്ഷെ അതിൽ മാറ്റം വന്നേക്കാം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ചൂട് അനുഭവപ്പെടുന്നത്. പാലക്കാട് 40 ഡിഗ്രി ഇന്നും കടന്നേക്കുമെന്നുള്ള സൂചനകൾ ഉണ്ട്. ഇന്നലെ 39.9 ഡിഗ്രി താപനില പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു. ചുട്ടുപൊള്ളുകയാണ് പാലക്കാട്. മറ്റൊന്ന് കൊല്ലം ജില്ലയാണ്. കൊല്ലത്തെ പുനലൂരിലൊക്കെ മനുഷ്യന് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള അതിഗുരുതരമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഒപ്പം സംസ്ഥാനത്ത് കാര്യമായ വൈദ്യുതി പ്രതിസന്ധി. നേരത്തെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അനുമതിയൊക്കെ റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് നൽകിയെങ്കിൽ പോലും രാജ്യത്തുടനീളം ഈ വൈദ്യുതി പ്രതിസന്ധിയുടെ ഒരു പ്രശ്നമുണ്ട്. ഗ്രിഡുകളിൽ
ചില സാങ്കേതിക പ്രശ്നങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഈ വൈദ്യുതി ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഒരാശങ്ക ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ നിയന്ത്രണം തുടരുന്നുണ്ട്. രാത്രിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 10 മുതൽ 12 വരെയുള്ള സമയത്താണ് ഓവർലോഡ് എന്ന കാരണം പറഞ്ഞ് പല സ്ഥലങ്ങളിലും നിയന്ത്രണം ഉണ്ടാകുന്നത്. ചിലപ്പോൾ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നീളുന്ന നിയന്ത്രണങ്ങൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ KSEBിയുടെ ഉന്നതതല യോഗം ചേരുന്നു. നിലവിലുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് സമയം കൂട്ടുക അടക്കം ബോർഡിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നുള്ളത് പ്രഖ്യാപിതമാക്കുക എന്നുള്ള രീതിയിൽ ചില ആലോചനകളും KSEBിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഡാന്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ഇന്നലെ രാത്രി ഉണ്ടായ വേനൽ മഴയുടെ ഒരു കുളിർമ ഒരുപക്ഷെ ഇന്ന് ഉണ്ടായേക്കാം. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽമഴ പെയ്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉണ്ടായ മുന്നറിയിപ്പുകളിൽ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ? കാര്യമായ മാറ്റം ഉണ്ടാകില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒറ്റപ്പെട്ട മഴ കഴിഞ്ഞ ദിവസങ്ങളിലും പല മേഖലകളിലും പല ജില്ലകളിൽ ലഭിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ചൂട് ഗണ്യമായി കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഏതാണ്ട് 41.3 ഡിഗ്രി സെൽഷ്യസിലേക്ക് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ചൂട് ഉയരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത വീണ്ടും നിലനിൽക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായ തരത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ പകൽ ചൂട് ഈ ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ആശ്വാസമായി ഒറ്റപ്പെട്ട വേനൽ മഴ പല മേഖലകളിലും ലഭിക്കും എന്ന ഒരു അറിയിപ്പ് മാത്രമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പകൽ 10 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ഇടയിലുള്ള സമയം ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം എന്ന കർശനമായ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടങ്ങളടക്കം മുമ്പോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും അധികം ചൂട് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്, കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ്. അതുകൊണ്ട് അത് സൂര്യതപം ഉൾപ്പെടെയുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്ന തരത്തിൽ ഈ ചൂട് അപകടകരമായ നിലയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്കായി ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുറത്ത് തുറസായ സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളടക്കം കർശനമായ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇടജന്തുക്കൾ ഈ ചൂട് അസഹനീയമായ പശ്ചാത്തലത്തിലാണ് നാട്ടിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ വീടുകളിലേക്ക് കയറുന്ന തണുപ്പുള്ള സ്ഥലങ്ങൾ കയറി ഈ വീടുകളിൽ താമസമാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളടക്കം ജാഗ്രത പാലിക്കണമെന്ന ഒരു കൃത്യമായ നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം ഭാഗത്ത് നിന്ന് മുമ്പോട്ട് വെക്കുന്നത്. ഇന്നിപ്പോൾ KSEBിയുടെ അടിയന്തരമായ ഒരു യോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി അതിരൂക്ഷമാണ്. മറ്റ് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് വിജയത്തിലെത്തിയിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ട്. അത് പ്രഖ്യാപിതമാക്കുക എന്നുള്ള ആലോചനയും KSEBിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അത്തരം നീക്കങ്ങളിലേക്ക് കടക്കുമോ? കാരണം ഇപ്പോൾ 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ കറണ്ട് നഷ്ടപ്പെടുന്ന, കറണ്ട് ഇല്ലാതാവുന്ന പശ്ചാത്തലം ഉണ്ട് സംസ്ഥാനത്ത്. നഗരപരിധിയിലൊക്കെ ഏതാണ്ട് ഒരു 15 മിനിറ്റ് വരെയൊക്കെയാണ് പരമാവധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലോഡ് ഷെഡിംഗ് അപ്രഖ്യാപിതമായി നിലനിന്നിരുന്നത്. പക്ഷെ അതിന്റെ സമയം ഒരുപക്ഷെ ഇന്നു മുതൽ അല്പം കൂടി ഒരു അരമണിക്കൂർ വരെ നീളുന്ന തരത്തിലേക്ക് മാറാനാണ് സാധ്യത. എന്തായാലും ഇന്നത്തെ വൈദ്യുതി ബോർഡിന്റെ ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങൾ ഒരു ധാരണയിലെത്തും. മാത്രമല്ല, രാത്രി 10 മണിക്കും 12 മണിക്കും ഇടയിൽ ഈ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുന്നതിന് പകരം അതിന്റെ സമയം കുറച്ചുകൂടി പിന്നിലേക്കാക്കുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട്, അതുകൂടി ആലോചനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പീക്ക് ലോഡ് സമയത്ത് ഈ ഇത്തരത്തിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയാൽ നിലവിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ആലോചനയിലാണ് ഇപ്പോൾ ദീർഘവർഷങ്ങൾക്ക് ശേഷം അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിംഗ് ഈ സംസ്ഥാനത്ത് നിലവിൽ വന്നത്. അത് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് അത് പ്രഖ്യാപിതമായ ഒരു നീക്കം തന്നെയാണ്. കാരണം ഇതിനെ നേരിടാൻ മറ്റൊരു വഴിയില്ല എന്ന തരത്തിലേക്ക് KSEB തന്നെ എത്തുന്നത്. വൈദ്യുതി കടം വാങ്ങുന്ന കാര്യമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ചർച്ചകളിലുണ്ട് എങ്കിലും അത് പ്രായോഗികമായി എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ചൂട് എല്ലാ സംസ്ഥാനങ്ങളും ഒരേപോലെ പ്രതിസന്ധി തീർക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചേരുന്ന ഉന്നതതല യോഗം നിർണായകമായി മാറാൻ പോകുന്നത്. തീർച്ചയായും 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് സംസ്ഥാനം അഭിമുഖീകരിക്കുന്നത്. അതിലൊന്ന് കനത്ത ചൂടാണ്. ചൂടിന് ആശ്വാസമായി വേനൽമഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എത്ര കാലം അത് എത്ര ആശ്വാസം ചൂട് നൽകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊന്ന്, വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കഴിഞ്ഞ 10 വർഷങ്ങളിൽ
ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്പമൊന്ന് മാറുന്ന സാഹചര്യമുണ്ട്. ഡാമുകളിൽ ജലനിരപ്പ് വലിയ കുറവാണ്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമങ്ങൾ അത് ആശങ്കാജനകമായ രീതിയിൽ തുടരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ സർക്കാർ പോയേക്കാം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം, അതിൻ്റെ ഞെട്ടലിലാണ് ആ പ്രദേശം. അതിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന സജി, അതായത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഇളയ മകനായ സജിക്കായുള്ള തെരച്ചിലാണ്. സജിയാണ് ഈ കൊലപാതകി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആ തെരച്ചിൽ ഊർജിതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിൻസ് ജെയിംസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, ഈ സജിയെ കേന്ദ്രീകരിച്ച് തന്നെയാണല്ലോ അല്ലേ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ ഒരു കൊലപാതകത്തിലേക്ക് സജിയെ എത്തിച്ചതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായി പോലീസ് കാണുന്നത് ഏത് രീതിയിലാണ്? ഈ കൊലപാതകത്തിന് ശേഷം സജി സ്ഥലം വിട്ടു, അല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതകളിലേക്കൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും സജിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സജി തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചത് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ അന്വേഷണം ആരംഭിച്ച പോലീസ് മേഖലയിലേക്ക് എത്തിയപ്പോൾ, അതായത് പരാതി ലഭിച്ച് ആളുകളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ച പോലീസ് എത്തിയപ്പോഴാണ്, വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സജി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. തുടർന്ന് ആ സമയത്തേക്ക് പുള്ളി അദ്ദേഹം വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബാഗൊക്കെ തയ്യാറാക്കി എവിടേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. ഇതിനുശേഷമാണ് ഇവിടുന്ന് പോലീസ് എത്തിയ ശേഷമാണ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. എന്തായാലും ഉടൻ തന്നെ സജിയെ പിടികൂടാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. വളരെ ദൂരേക്ക് പോകാൻ സാധ്യതയില്ല എന്നൊരു നിഗമനം ഉണ്ട്. മേഖലയിലെ ഇതിന് ഉൾപ്രദേശങ്ങളിലൊക്കെ സജി ഉണ്ടാകുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും കൃത്യമായൊരു തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ കേസ്, ഇരട്ട കൊലപാതകം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരെയും, അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപത്ത് കുഴിയെടുത്ത് കുഴിച്ചിടുകയായിരുന്നു. അതിനുശേഷം ദിവസങ്ങളോളം, ഏകദേശം 15 ദിവസങ്ങൾക്ക് മുൻപ് ആണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അതായത് അതിനുശേഷം ഇത്രയും ദിവസവും അതേ ഈ വീട്ടിൽ തന്നെ സജി കഴിഞ്ഞുകൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായും ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്ക് നീക്കിയാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ. എന്തായാലും വലിയ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ സംഭവം. അതായത് ഈ ഇതിനു മുൻപ്, ഈ സംഭവത്തിന് തൊട്ടു മുൻപായി ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ, ചിലരെയൊക്കെ സജി തന്റെ വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ക്ഷണിച്ചിരുന്നു. ഏകദേശം 500 പേർക്ക് വിരുന്നൊരുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാൾ വിവാഹം ക്ഷണിച്ചിരുന്നു. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വീട്ടിലൊരു മരണം നടന്നു, അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധു മരണപ്പെട്ടു, അതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് വിവാഹം മാറ്റിവെച്ചതായി നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് നാട്ടുകാർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, വിവാഹ നിശ്ചയം ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുകയും അങ്ങനെയൊക്കെയാണ് തുടർന്ന് കൃത്യമായ ഒരു ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീർച്ചയായും ഇയാളുടെ പല പ്രവർത്തികളും സംശയത്തിനിടയാക്കിയിരുന്നു. പച്ചടി പൊൻതിട്ടയിൽ മേരിക്കുട്ടി, 70 വയസ്സാണ് മേരിക്കുട്ടിക്ക്, മകൻ റജി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ ശാസ്ത്രീയ പരിശോധന ഉണ്ടാകും, പോസ്റ്റ്മോർട്ടം നടക്കും, അതിനുശേഷമാകും ഈ കൊലപാതകം എങ്ങനെ നടത്തി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ഇളയ മകൻ സജിയാണ്, 43-കാരനാണ് ഇയാളും ഈ മൂത്ത സഹോദരനുമായി നിരന്തരം വഴക്കുകളും പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുമായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അന്ന് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഈ പോലീസിനെ കണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരു പുരുഷന്റെ കാലിന്റെ ഭാഗം മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്നത് നാട്ടുകാർ കണ്ടതിനെ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിക്കുകയും മറ്റും ചെയ്തത്. തുടർന്ന് മണ്ണ് മാറ്റി പരിശോധന നടത്തി 2 മൃതദേഹങ്ങളും കണ്ടെത്തുകയായിരുന്നു. ഏപ്രിൽ 10 മുതലാണ് ഈ മേരിക്കുട്ടിയെയും മൈക്രോ ഓപ്പറേറ്ററായി ജോലി ചെയ്തിരുന്ന റജിയെയും കാണാതായത് എന്നാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. ഈ സജിയോട് തിരക്കിയപ്പോൾ ബന്ധുവിൻ്റെ സംസ്കാര ചടങ്ങിന് തിരുവല്ലയിലാണ് മേരിക്കുട്ടി എന്നുള്ള വിവരം എന്ന് പറഞ്ഞു. മേരിക്കുട്ടി ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജിലേക്ക് പോയി എന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചു. പക്ഷേ പിന്നീട് ഇയാൾ മാറ്റി കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പോലീസിന് വലിയ സംശയവും മറ്റും ഉണ്ടായത്. തുടർന്നാണ് ഈ മേരിക്കുട്ടിയുടെ മകൾ സിനി നെടുങ്കണ്ടം പോലീസിൽ പരാതിയും മറ്റും നൽകിയത്. ഇതാണല്ലോ പ്രിൻസ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ഒപ്പം ഇയാളും ഈ ചേട്ടനുമായി, റജിയും സജിയുമായി നിരന്തരം തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാകാറുണ്ടായിരുന്നു, മദ്യപിച്ച് പ്രശ്നമുണ്ടാകാറുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ?
രഞ്ജിത്ത്, തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് കരുതാൻ. കാരണം സ്ഥിരമായി ഇരുവരും പരസ്പരം മദ്യപിച്ച് ബഹളങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. വീട്ടിൽ പരസ്പരം ബഹളം ഉണ്ടാക്കുകയും കയ്യാങ്കളിയൊക്കെ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും നിരവധി ദുരൂഹതകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും പല രീതിയിൽ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു. ആളുകൾ ഈ റെജി അന്വേഷിച്ചവരോടൊക്കെ രാവിലെ റെജി ജോലിക്ക് പോകുമെന്നും രാത്രിയാകുമ്പോഴേക്കും വലിയ മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നതെന്നും ഒക്കെ സ്ഥിരമായി അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അമ്മയെ തേനി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയി എന്ന അടക്കമുള്ള കാര്യങ്ങൾ സജി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിരവധി ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ സംഭവം. ഒപ്പം മുൻപ് ഈ ഇവരുടെ വീട്ടിൽ നിന്നും ഇവരുടെ സജിയുടെ പിതാവിനെ ഒരു 8 വർഷം മുൻപ് കാണാതായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സംഭവത്തിലും കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിതാവിനെയും അപായപ്പെടുത്തിയതാണോ എന്നതടക്കമുള്ള ആശങ്കകൾ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സജിയെ ഉടൻ തന്നെ പിടികൂടാനാവുമെന്നൊരു പ്രതീക്ഷയിലാണ് പോലീസ്. അതിനുശേഷം കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനാവുമെന്ന് പോലീസ് കരുതുന്നു. എന്തായാലും ഇത് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇരട്ടക്കൊലയ്ക്ക് ശേഷം ഇയാൾ വളരെ സാധാരണയായി തന്നെയാണ് പോലീസിനോടും നാട്ടുകാരോടും ഒക്കെ ബിഹേവ് ചെയ്തത്. പെരുമാറ്റത്തിൽ അസാധാരണമായി ഒന്നും കണ്ടില്ല. അധികം സംസാരിക്കാത്ത പ്രകൃതമുള്ള ഒരാളായിരുന്നു ഇയാൾ. മേസ്തിരി പണിയും മറ്റു ജോലികളുമൊക്കെ ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഒരാളാണ്. നാട്ടുകാരോട് പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാൾ കൂടിയായിരുന്നു. വിവാഹം നടക്കാത്തതിലും മറ്റും ഇയാൾ അസ്വസ്ഥനായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനിടയിലാണ് വിവാഹമാണ് എന്ന് പറഞ്ഞു. താമസിക്കുന്ന വീടും 1.5 ഏക്കർ സ്ഥലവും പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത്തരത്തിൽ നിരവധി കള്ളങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഈ നാട്ടുകാരെ പല കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ പലതരത്തിലുള്ള സംശയങ്ങൾ നാട്ടുകാർക്ക് നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസിലേക്ക് എത്തുകയും അന്വേഷണം ഈ പറഞ്ഞ ആളിലേക്ക് എത്തുകയും സജിയിലേക്ക് എത്തുകയും മറ്റും ചെയ്ത് ഇയാൾക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. ഇന്നലെ വന്ന വളരെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഷിയാസ് കരീമിനെതിരായ ലൈംഗിക പീഡന പരാതി. ഷിയാസ് കരീമിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെയൊക്കെ പോലീസ് കേസെടുക്കാൻ മടിച്ചിരുന്നു. തെളിവുകൾ കുറച്ചുകൂടി ശേഖരിക്കട്ടെ എന്നായിരുന്നു പോലീസിന്റെ നിഗമനം. ഒപ്പം ഷിയാസ് നൽകിയ മറ്റൊരു കേസ് മറ്റൊരു സ്റ്റേഷനിലുണ്ടായിരുന്നു. അതുകൂടി പരിശോധിച്ച ശേഷമാകും നിയമ നടപടിയിൽ കടക്കുക എന്നാണ് പോലീസ് വൃത്തങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വന്നിരിക്കുന്നത്. ബിസിനസ് പങ്കാളിയായ യുവതി നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 65 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഷിയാസ് ഇന്നലെ നവമിയോട് സംസാരിച്ചിരുന്നു. ഇത് തനിക്കെതിരെയുള്ള ഒരു ട്രാപ്പാണ് എന്നാണ് ഷിയാസ് പറഞ്ഞത്. താൻ നൽകിയ കേസിന് കൗണ്ടറായി കൊടുത്തത് മാത്രമാണ്, തെളിവുകളൊന്നുമില്ല. തൻ്റെ പണമാണ് ഈ യുവതി തട്ടിയെടുത്തതെന്ന് എന്നും മറ്റുമാണ് ഷിയാസ് പറയുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കേസിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പോലീസ് ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയോ? ഈ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ പോലീസിന്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് പാലാരിവട്ടം പോലീസ് നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, സാമ്പത്തിക വഞ്ചന, ഭീഷണിപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഒപ്പം ഈ സംഭവം നടന്നത്, അതായത് ഈ യുവതി പാലാരിവട്ടം സ്വദേശിയാണ്. പക്ഷേ ഈ സംഭവം നടന്നത്, ഈ ലൈംഗിക അതിക്രമമൊക്കെ നടന്നു എന്ന് പറയുന്നത് കോഴിക്കോട് ഹോട്ടലിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ പാലാരിവട്ടം പോലീസ് ഈ കേസ് കോഴിക്കോട് പോലീസിന് കൈമാറുമെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ചേവായൂർ പോലീസിനായിരിക്കും ഈ കേസ് കൈമാറുക. എന്നാലും പോലീസ് ഇന്നലെ രാവിലെയാണ് പോലീസിന് ഈ ഒരു യുവതിയുടെ പരാതി നൽകിയത്. അത് ചില തെളിവുകൾ സഹിതമാണ് പരാതി നൽകിയത്. നേരത്തെ തന്നെ ഈ ഷിയാസ് കരീമുമായി ബന്ധപ്പെട്ടുവെങ്കിൽ പോലും ഷിയാസ് ഭാര്യയുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ എത്താമെന്ന് മറുപടി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഷിയാസ് തന്നെ പെരുമ്പാവൂരിൽ താൻ ഈ യുവതിക്ക് എതിരെ നൽകിയ കേസിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ കേസിനെ കുറിച്ചൊന്ന് വിശദമായി അന്വേഷിച്ചത്. ഈ യുവതിക്കെതിരെ തന്നെ ഷിയാസ് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനം, ഈ പറയുന്ന യുവതി അത് തൻ്റെ മാതാവിൻ്റെ സുഹൃത്തു കൂടിയാണ്, കുടുംബ സുഹൃത്താണ്. ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരാറുണ്ട്. തൻ്റെ കല്യാണത്തിനടക്കം ഈ യുവതി വന്നതാണ്. ആ സമയത്തൊക്കെ അവർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയുടെയും അമ്മയുടെയും സ്വർണവും പണവും ഒക്കെ ഈ കടമായി ഈ യുവതിക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്തൊന്നും തനിക്കിത് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഭാര്യയും അമ്മയും തന്നിൽ നിന്നും ഇങ്ങനെ ഈ സ്വർണവും പണവും ഒക്കെ തട്ടിയിട്ടുണ്ട്,
അത് തിരിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞത്. പിന്നീട് ഷിയാസ് ഇവർ യുവതിയുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ പണമൊക്കെ തിരിച്ചു നൽകണമെന്ന്. ഇവർ തരാൻ കൂട്ടാക്കാത്തതോടുകൂടിയാണ് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയത്. അത് പിന്നീട് കോടതിയിലേക്ക് എത്തുകയും കോടതി ഈ യുവതിക്ക് നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിനെ തുടർന്നാണ് തന്നെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ താൻ ലൈംഗിക ചിത്രങ്ങൾ എടുത്തു അല്ലെങ്കിൽ ഇവരുമായുള്ള അശ്ലീല ചിത്രങ്ങൾ എടുത്തു, ഇവരെ ലൈംഗികമായി അതിക്രമിച്ചു എന്നൊക്കെ കള്ളപ്രചാരണം നടത്തിക്കൊണ്ട് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ഷിയാസ് പറയുന്നത്. ശരിക്കും താനാണ് ഇവിടെ പറ്റിക്കപ്പെട്ടത്, തന്നെയാണ് ഭീഷണിപ്പെടുത്തിയത്, പണം തിരികെ നൽകില്ല, തനിക്കെതിരെ കള്ളക്കേസ് നൽകുമെന്ന് നേരത്തെ ഈ യുവതി തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുകൂടിയാണ് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ രാത്രിയോട് കൂടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. കേസ് കോഴിക്കോട് പോലീസിനെ കൈമാറുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ യുവതിക്കെതിരായിട്ട് പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഷിയാസ് എന്നതിന്റെ തെളിവുകളടക്കം ഷിയാസ് ന്യൂസ് 18 നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി എന്താണ് പോലീസിന്റെ അടുത്ത നടപടി എന്നാണ് നോക്കിക്കാണുന്നത്. സ്വാഭാവികമായും ഷിയാസ് മുൻകൂർ ജാമ്യം അടക്കം തേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. ഷിയാസ് ഇപ്പോൾ ആശുപത്രിയിലാണ്. ഭാര്യയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചികിത്സയും മറ്റും നടക്കുകയാണ്. 3 ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് ഷിയാസ് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തനിക്കെതിരെ മുൻപും ഇത്തരത്തിലൊരു ലൈംഗിക ആരോപണ പരാതി വന്നതുകൊണ്ട് തന്നെ താൻ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് സ്ത്രീകളോട് പെരുമാറാറുള്ളത്. പ്രത്യേകിച്ച് തന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാം. പോലീസിലും മാധ്യമങ്ങൾക്കും തനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറന്നു പറയാൻ താൻ ധൈര്യപ്പെടുന്നത് എന്നുകൂടിയാണ് ഷിയാസ് ന്യൂസ് 18നോട് ഇന്നലെ പറഞ്ഞതുപോലെ നേരത്തെയും ഷിയാസിനെതിരെ സമാനമായ ഒരു പരാതി വന്നിട്ടുണ്ട്. അത് മറ്റൊരു യുവതിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ ബിസിനസ് പരമായ തർക്കങ്ങളുടെ പുറത്തുണ്ടായ 2 പരാതികൾ എന്ന് മാത്രമായി കരുതാമോ? ഈ പറഞ്ഞ പോലെ നഗ്നദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമെന്ന് യുവതി പറഞ്ഞെങ്കിൽ അതിനുള്ള തെളിവുകൾ കൂടി അവർ ഹാജരാക്കണമല്ലോ. ഒപ്പം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റും പോലീസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത്തരം ഈ മറുഭാഗത്തുള്ള യുവതി വളരെ സ്ട്രോങ് ആയി തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോവുക തന്നെയാണോ? അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ യുവതി ഇന്നലെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെയും ചില ചാറ്റുകളുടെയും ഒക്കെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെന്റ് അടക്കം കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ എത്ര സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കറിയില്ല. ഷിയാസ് പറയുന്നതനുസരിച്ച് അങ്ങനെ സാമ്പത്തിക ഇടപാട് താനുമായി നേരിട്ട് നടത്തിയിട്ടില്ല. പകരം തന്റെ മാതാവും ഭാര്യയുമായിട്ടാണ് ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത്. താൻ അവരുടെ ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ചു കടക്കുകയോ അവരുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണം നടത്തുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുകൂടി പറയും. തന്റെ മാതാവിന്റെ പ്രായമുള്ള സ്ത്രീയാണ്, തന്റെ അമ്മയെ പോലെയാണ് അവരെ കരുതുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയുമായിട്ട് താൻ എങ്ങനെയാണ് അവരെ ഇത്തരത്തിലുള്ളൊരു മോശം രീതിയിലേക്ക് കൊണ്ടുപോവുക? തനിക്ക് അതിന്റെ ആവശ്യമില്ല. അതോടൊപ്പം തന്നെ തനിക്ക് ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല. തന്റെ മാതാവും ഭാര്യയും സാമ്പത്തിക ഇടപാട് നടത്തി എന്നത് താൻ അറിഞ്ഞത് തന്നെ ഏറെ വൈകിയാണെന്ന് കൂടിയാണ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും തന്റെ പക്കലും തെളിവുകളുണ്ട്. ഇവരുമായിട്ട് ഏത് വിധത്തിലാണ് താൻ സംസാരിച്ചത്, തന്നെ ഇവർ ഭീഷണിപ്പെടുത്തുന്നതിന്റെ അടക്കം തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതും പോലീസിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ഷിയാസ് പറയുന്നത്. ഏതായാലും ഷിയാസ് കരീമിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞാണ് കേസിന്റെ വകുപ്പുകൾ ആ തരത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഷിയാസ് നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദലിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. തിരുവനന്തപുരം തമ്പാനൂരിൽ സമരാനുകൂലികൾ KSRTC ബസ്സുകൾ തടഞ്ഞു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. മരണത്തിന് ഉത്തരവാദികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യണം എന്നാണ് ആവശ്യം. നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ 52 ദളിത് സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഹർത്താൽ നടത്തുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാന, നേരത്തെ ഈ ഹർത്താൽ അനുകൂലികൾ പറഞ്ഞത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്തില്ല, ഒപ്പം കടകൾ അടപ്പിക്കില്ല എന്നും മറ്റുമാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി അവർ കടുപ്പിക്കുകയാണോ? പ്രതീകാത്മകമായ ഒരു സമരമായിരിക്കും. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം അടക്കം ഈ ആക്ഷൻ കൗൺസിൽ വ്യക്തമാക്കിയത്. 52 ദലിത് സംഘടനകളാണ് ഈ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ കടകൾ അടച്ചിടില്ല എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് വാഹനങ്ങൾ തടയില്ല, അങ്ങനത്തെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നടപടിയും സമരസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന ഉറപ്പ് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായാണ് തമ്പാനൂരിലടക്കം
KSRTC ബസ്സുകൾ തടയാനുള്ള ശ്രമം സമരാനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ ആളുകൾക്ക് ബസ്സുകളിൽ യാത്ര ചെയ്യാനും ബസ്സുകൾക്ക് സുരക്ഷ ഒരുക്കാനുമായി പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തമ്പാനൂരിൽ മാത്രം നീക്കം സമരാനുകൂലികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊതുവെ സമാധാനപരമായാണ് ഈ സമരം ആദ്യ മണിക്കൂറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനപരമായ ഹർത്താലാണ്. പക്ഷേ ചില ഭാഗങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും വാഹന ഗതാഗതം സുഗമമായി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. കടകമ്പോളങ്ങൾ തുറക്കും എന്ന് വ്യാപാര വ്യവസായ സംഘടനകളും അറിയിച്ച പശ്ചാത്തലവും പ്രധാനമാണ്. കോഴിക്കോട് ജില്ലയിൽ വിവിപാറ്റുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട UDF സ്ഥാനാർത്ഥികൾ മെറ്റീരിയൽ റൂം തുറന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരമാവധി ബൂത്തുകളിലെയും വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യവുമായി UDF രംഗത്തെത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കത്ത് നൽകി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, നേരത്തെ വോട്ടിംഗ് യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ UDFന്റെ ആരോപണമായി കോഴിക്കോട് വന്നതാണ്. ഫാത്തിമ തഹ്ലിയൊക്കെ നേരിട്ട് ഇറങ്ങി ഈ വിഷയത്തിൽ സമരമൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ എന്താണ് പുതിയ ആരോപണം UDFന്റെ? തീർച്ചയായും ഒന്ന് രണ്ട് കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും JDT സ്കൂളിലും കൊയിലാണ്ടിയിലുമൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ വോട്ടിംഗ് മെഷീനുകളുടെ ഒരു സുരക്ഷയെക്കുറിച്ചുള്ള ഒരാശങ്ക നേരത്തെ തന്നെ UDF പങ്കുവച്ചിരുന്നു. അതിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ 3 മണിക്കൂറോളം ഈ സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മെറ്റീരിയൽ റൂം തുറന്നിരുന്നു എന്ന് നേരത്തെ തന്നെ UDF ആരോപിച്ചിരുന്നു. ഫാത്തിമ തഹ്ലിയുടെ പ്രതിനിധി അടക്കം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും എന്തിന് ഈ റൂം 3 മണിക്കൂറോളം തുറന്നു? അവിടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചിരുന്നതായും UDF ആരോപിച്ചു. ഇത്തരമൊരു സാഹചര്യത്തിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് UDF ഇപ്പോഴും കാണുന്നത്. അവർ ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ കളക്ടർ ഇക്കാര്യത്തിൽ കൃത്യമായൊരു പ്രതികരണം കളക്ടറുടെ ഭാഗത്തുനിന്നും നടത്തുന്നില്ല എന്നാണ് UDF പരാതിപ്പെടുന്നത്. പലതവണ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് ആവശ്യപ്പെടാനായി കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടു. ഫോൺ എടുക്കാത്ത സാഹചര്യം. ഒപ്പം നേരിട്ട് അദ്ദേഹത്തെ കാണാനുള്ള ഒരു സമയം ചോദിച്ചെങ്കിലും അതിന് സമയം നൽകാത്ത സാഹചര്യം. അതുകൊണ്ട് കളക്ടറുടെ കൂടെ ഒരു ഒത്താശയോടു കൂടിയാണ് ഇത്തരത്തിലൊരു അട്ടിമറി ശ്രമം നടക്കുന്നതെന്നാണ് UDF പറയുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ ഇപ്പോഴും ഉള്ളത്. വോട്ടുചോരി അടക്കമുള്ള വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിൽ എന്തൊക്കെയോ നടക്കുന്നുവെന്ന ഒരു പ്രതീതി ജനിക്കുന്നുവെന്നും അവർ പറയുന്നു. അതുകൊണ്ട് 6 സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട ഒരു കത്ത് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു. ബാലുശ്ശേരിയിലെയും കൊയിലാണ്ടിയിലെയും കുന്നമംഗലത്തെയും പേരാമ്പ്രയിലുമൊക്കെ ഒപ്പം കോഴിക്കോട് നോർത്തിലെയും സ്ഥാനാർത്ഥികൾ ഒപ്പിട്ട കത്താണ് നൽകിയത്. അവരവരുടേതായ മണ്ഡലങ്ങളിൽ ഈ വിവിപാറ്റുകൾ പൂർണ്ണമായി എണ്ണണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അതായത് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ എണ്ണവും വിവിപാറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന സ്ലിപ്പുകളുടെ എണ്ണവും ഒന്നാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള പരിശോധന ഓരോ ഇടങ്ങളിലും നടത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. പിന്നീട് ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളുടെയും വിവിപാറ്റുകൾ ഇതുപോലെ എണ്ണണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിലവിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു മണ്ഡലത്തിലെ 5 പോളിംഗ് ബൂത്തുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകളാണ് നിലവിൽ എണ്ണാൻ ചട്ടമുള്ളത്. അവയും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിലെ വിവിപാറ്റുകളാണ് നിലവിൽ എണ്ണുന്നത്. പക്ഷേ ഇത് മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലെയും എണ്ണണം എന്ന ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. എല്ലാ ബൂത്തുകളിലെയും എണ്ണാൻ കഴിഞ്ഞില്ലെങ്കിൽ തങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന വോട്ടുകൾ ലഭിക്കുന്ന ചില പോളിംഗ് ബൂത്തുകളുണ്ട്. ആ പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നാൽ ആ ബൂത്തുകളിലെ വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യം അപ്പോൾ തന്നെ മുന്നോട്ട് വെക്കും എന്നാണ് UDF നേതാക്കൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം 5% വിവിപാറ്റുകൾ എണ്ണണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. നേരത്തെ 1% അല്ലെങ്കിൽ ഒരു ബൂത്തിലെ ഒരെണ്ണം മാത്രം എണ്ണമെന്ന നിർദ്ദേശമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയത്. പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റം കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറം തെരഞ്ഞെടുപ്പിനിടയിൽ അല്ലെങ്കിൽ ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയിൽ
സ്ഥാനാർത്ഥികൾക്കോ ഏജന്റുമാർക്കോ ഒക്കെ സംശയമുണ്ടെങ്കിൽ അത് യുക്തിസഹമായി ആ പരാതി ഉന്നയിക്കാൻ കഴിയുന്നുവെങ്കിൽ അത്തരം വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണാം എന്നൊരു ചട്ടം ഉണ്ട്. അതിന് പ്രത്യേക ഫോമൊക്കെ നൽകുകയും വേണം. അത്തരത്തിൽ പരമാവധി ബൂത്തുകളിലെയും ഫോം നൽകി പരമാവധി ഇടങ്ങളിലെയും വോട്ടുകൾ വിവിപാറ്റുകൾ കൂടി ഒത്തുനോക്കി എണ്ണണമെന്ന ആവശ്യമായി മുന്നോട്ട് പോകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതൊരു വലിയ പ്രോസസ്സാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രക്രിയയാണ്. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നതിനിടയിൽ ഇത്തരം പരാതികളുമായി മുന്നോട്ട് വരുമ്പോൾ വോട്ടെണ്ണലിൻ്റെ വേഗതയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒപ്പം അവസാന ഫലം ഇതും കൂടി ഒത്തുനോക്കിയിട്ട് മാത്രമേ പുറത്തുവിടാവൂ എന്നൊരാവശ്യത്തിലേക്ക് UDF എത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഫലങ്ങൾ പുറത്തു വരിക ഒരുപാട് താമസിച്ചാവും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പില്ല. എന്തായാലും വിവിപാറ്റുകൾ എണ്ണണമെന്ന ആവശ്യവുമായി കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും എന്താണ് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട്? ഇവർ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ഉന്നയിക്കപ്പെടുന്ന ആവശ്യം അംഗീകരിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും നിലവിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും UDFുമായി ജില്ലയിൽ അത്ര നല്ല സ്വരച്ചേർച്ചയില്ല, പ്രത്യേകിച്ചും ഈ സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ദിനവും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ദിനവും വലിയ ഒരു അനിശ്ചിതത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതാണ് സാഹചര്യം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടുതൽ പരാതികൾ വരുന്നു. അതുപോലെ ഏറ്റവും ഒടുവിൽ UDFിൻ്റെ പരാതി വിവിപാറ്റ് എണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ആവശ്യം. MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ 142 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മമതാ ബാനർജി മത്സരിക്കുന്ന ബബാനിപൂരിലും രണ്ടാം ഘട്ടത്തിലാണ്. നാളെയാണ് പോളിംഗ്. കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി അടക്കമുള്ള പ്രദേശങ്ങളിലും നാളെ പോളിംഗ് നടക്കും. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇന്നലെയൊക്കെ വലിയ അക്രമ സംഭവങ്ങൾ അവസാന ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. SIRൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്ന മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ന്യൂനപക്ഷ മേഖലകൾ കൂടിയുണ്ട്, നിരവധി മേഖലകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ള വിവരം ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മമതയ്ക്ക് നിർണായകമാണ് നാളെ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് നാളെ പരിസമാപ്തിയാകുന്നത്. പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആണ് നാളെ നടക്കുന്നത്. ഇതോടുകൂടി ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ഈ 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ 2 ബ്രാൻഡുകൾ തമ്മിലാണ് പ്രധാനമായും ഏറ്റുമുട്ടുന്നത്. ഒന്ന് മോദി ബ്രാൻഡാണ് എങ്കിൽ മറ്റൊന്ന് ദീദി ബ്രാൻഡാണ് എന്നതാണ്. അങ്ങനെ ദേശീയ രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് നാളെ പശ്ചിമ ബംഗാളിൽ സമാപ്തിയാകുന്നത്. ആദ്യഘട്ടത്തിലെ കനത്ത പോളിംഗ് അത് ആവർത്തിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ SIR ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് പ്രധാനമായും പശ്ചിമ ബംഗാളിൽ ആയിരുന്നു. SIRലൂടെ ഏതാണ്ട് 90 ലക്ഷത്തോളം വോട്ടർമാർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പലരും നുഴഞ്ഞുകയറ്റക്കാർ ആണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും BJP ഉറച്ചു നിൽക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിലെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് SIR തന്നെയായിരുന്നു. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം, തൊഴിലില്ലായ്മ, അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കുട്ടിക്കലാശം ആയിരുന്നു ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞത് ഉറപ്പായും പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരുമെന്നും മെയ് 4-ാം തീയതിക്ക് ശേഷം തനിക്ക് ഒരിക്കൽ കൂടി പശ്ചിമ ബംഗാളിലേക്ക് വരേണ്ടതായി വരും. അത് പശ്ചിമ ബംഗാളിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയാണ് എന്നുമാണ്. അതേസമയം മമതാ ബാനർജി ആകട്ടെ അതേ നാണയത്തെ തിരിച്ചടിക്കുന്നു. ബംഗാളിനെ വിഭജിക്കുക, അങ്ങനെ അധികാരത്തിലേറി ബംഗാളിനെ 2ആയി മുറിക്കുക, ആ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. ഒരിക്കൽ കൂടി മമതാ ബാനർജിക്ക് കൃത്യമായ ആധിപത്യവും മേൽക്കൈയും പശ്ചിമ ബംഗാളിൽ നേടാൻ സാധിക്കും എന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത്. അവിടെ രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 142 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ പലതും ഈ മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഉരുക്കു കോട്ടകൾ തന്നെയാണ് എന്നതാണ്. അവിടെയാണ് വലിയ മത്സരം നടത്താൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും എന്ന ഇടതുപക്ഷവും ആത്മവിശ്വാസം പുലർത്തുന്ന മണ്ഡലങ്ങൾ ഇത്തവണ ജനവിധി എഴുതുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൊൽക്കത്ത സൗത്ത്, കൊൽക്കത്ത നോർത്ത്, അതുപോലെ തന്നെ സൗത്ത് 24 പർഗനാസ് നഗർ, അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗനാസ് നഗർ, ഒപ്പം ഹൂഗ്ലി, പൂർബ ബദർദൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ ന്യൂനപക്ഷ
വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ബാലിഗഞ്ചും റാഷ് ബെഹാരിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇതിൽ ഉദാഹരണങ്ങളാണ്. അതായത് ആകെ വോട്ടർമാരുടെ 50%-ലധികം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ആണ് ഇവിടെ കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ മേൽക്കൈയെ ഇല്ലാതാക്കുകയും അങ്ങനെ മമതാ ബാനർജി വിജയക്കൊടി പാറിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയടക്കം കടന്നു കയറാനാണ് BJP ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും 3.21 കോടി വോട്ടർമാർ ആണ് പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ടത്തിൽ. നാളെയാണ് പശ്ചിമ ബംഗാളിൽ നിർണായകമാണ് BJPക്കും മമതയ്ക്കും മറ്റും. ചില വാർത്തകൾ പുറത്തു വരുന്നത് ഹർത്താലുമായി ബന്ധപ്പെട്ടാണ്. അടൂരിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പന്തളം, ചിറ്റാർ, പത്തനംതിട്ട എന്നിവിടങ്ങളിലും വാഹന ഗതാഗതം തടയുന്നുണ്ട്. പ്രവർത്തകരെ പോലീസ് എത്തി നീക്കം ചെയ്യുന്നു. ഒപ്പം നമ്മൾ കോട്ടയത്തേക്ക് പോയാൽ അവിടെ ഗാന്ധി സ്ക്വയറിൽ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. തൊടുപുഴയിൽ ഹർത്താലോടനുബന്ധിച്ച് വാഹനങ്ങൾ തടയുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്നലെയൊക്കെ വാഹനങ്ങൾ തടയില്ല എന്ന് ഹർത്താൽ അനുകൂലികൾ പറഞ്ഞുവെങ്കിൽ പോലും ഇപ്പോൾ രാവിലെ ചില സ്ഥലങ്ങളിൽ തടയുന്നുണ്ട്. പക്ഷേ അതൊക്കെ പോലീസ് ഇടപെട്ട് നീക്കം ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദേശീയ ഉപദേഷ്ടാക്കളുമായി ചർച്ച ചെയ്തു. ഉടൻ ട്രംപ് തന്നെ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. Well, only because it's been reported, I will confirm the president has met with his national security team this morning. The meeting may be ongoing, maybe not. I don't want to speak affirmatively because I was prepping to come out here. But the proposal was being discussed. I don't want to get ahead of the president or his national security team. What I will reiterate is that the president's red lines with respect to Iran have been made very, very clear, not just to the American public, but also to them as well. സമാധാന നിർദ്ദേശം സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള US നിർദ്ദേശം പരിഗണനയിലാണെന്ന് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ ലബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രം നടത്തിയ ആക്രമണങ്ങളിലെ മരണസംഖ്യ 40 പിന്നിട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ ഒരു ഇടപെടലാണ്. വ്ളാഡിമിർ പുടിനുമായി അബ്ബാസ് അരക്ചി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ചർച്ചകൾ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. തങ്ങളുടെ നിർദ്ദേശങ്ങൾ റഷ്യയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിച്ചിരുന്നു. ഒമാനിലെത്തി അവരുമായി സംസാരിച്ചിരുന്നു അബ്ബാസ് അരക്ചി. ഇപ്പോൾ റഷ്യ ഇടപെടുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് ഒരു തീരുമാനം പറഞ്ഞേ പറ്റൂ. ഒരു വൻശക്തി കൂടി ഈ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇടപെടുകയും നേരത്തെ റഷ്യ ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ റഷ്യയുടെ നിർദ്ദേശം കൂടി അമേരിക്ക പരിഗണിക്കുന്നു എന്നാണോ? രഞ്ജിത്ത്, നിലവിൽ റഷ്യ ഇറാന് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. റഷ്യ നിലവിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇറാൻ ഒരു ദുഷ്കരമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഘട്ടത്തിൽ ഇറാനെ തങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള മുജിതബ ഖമനയുടെ സന്ദേശം തനിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചു എന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഈ സന്ദേശത്തിന് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇറാനിയൻ ജനതയ്ക്കൊപ്പം പുടിൻ തങ്ങൾ നിൽക്കുകയാണ്. അതുപോലെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകും. അത് സമാധാന നീക്കത്തിനാണെങ്കിലും ചർച്ചകൾക്കാണെങ്കിലും തങ്ങൾക്ക് സാധ്യമായ, റഷ്യയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഇറാന് ചെയ്തു നൽകും എന്നതാണ് ഇന്നലെ വ്ളാഡിമിർ പുടിൻ ഉറപ്പ് നൽകിയത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി റഷ്യയോട് വ്യക്തമാക്കിയത് ഇപ്പോൾ നിലവിൽ അമേരിക്ക തങ്ങൾക്ക് മുന്നിൽ ഈ ചർച്ചകൾ പുനരാരംഭിക്കാൻ വേണ്ടി നിർദ്ദേശം ഞങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം പരിഗണനയിലാണ് എന്നാണ് ഇറാൻ നിലവിൽ റഷ്യയെ അറിയിച്ചിട്ടുള്ളത്. അബ്ബാസ് അരക്ചി ഇപ്പോഴും റഷ്യയിൽ തുടരുകയാണ്. ഇത് അബ്ബാസ് അരക്ചി തിരിച്ച് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വരുമോ അല്ലെങ്കിൽ നേരെ ഇറാനിലേക്ക് പോകുമോ എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമായിട്ടില്ല. ഇസ്ലാമാബാദിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും അമേരിക്കൻ നിർദ്ദേശം, അതായത് ഇറാൻ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അമേരിക്കയുടെ ബദൽ നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും ലഭിച്ച ശേഷമാണ് അബ്ബാസ് അരക്ചി തിരിച്ച് പാകിസ്ഥാനിലേക്ക് വരുന്നതെങ്കിൽ ഉടൻ തന്നെ ഒരു
ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ട്രംപ് ദേശീയ കൗൺസിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരമൊരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ട്രംപ് ഔദ്യോഗികമായി തന്നെ തൻ്റെ തീരുമാനം അറിയിക്കുക. ഈ വിഷയത്തിൽ ട്രംപ് തന്നെ ഔദ്യോഗികമായി US-ന്റെ നിലപാട് അറിയിക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ദേശീയ ഉപദേഷ്ടാക്കളുമായി ട്രംപ് സംസാരിക്കുകയാണെന്നും കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ എന്തായാലും ഈ ചർച്ചകൾക്കുള്ള ഒരു സാധ്യത തന്നെയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ഇതിനിടെ UN അവരുടെ ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ബഹ്റൈൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തത്. ഈ ഒരു യോഗത്തിൽ UN-ന്റെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് അദ്ദേഹം നിലവിൽ വ്യക്തമാക്കിയത് US-ന്റെയും ഇറാന്റെയും ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ തുടരുമ്പോൾ അതൊരു ആഗോള ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കിയത്. മുൻപും ബഹ്റൈൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇത്തരത്തിലൊരു UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരുന്നു. അന്ന് പ്രമേയം ഉൾപ്പെടെ അവതരിപ്പിച്ചതാണ്. പക്ഷേ ഈ പ്രമേയം ചൈനയും റഷ്യയും വീറ്റോ ചെയ്തത് കാരണം അവതരിപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പുതിയ ഈ ഒരു യോഗത്തിലും ഇത്തരമൊരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടാൽ പല രാജ്യങ്ങളും വീറ്റോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ ഇത്തവണ പ്രമേയമൊന്നും പാസ്സാക്കാതെയാണ് ഈ യോഗം വിളിച്ചു ചേർത്തതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ലെബനനിൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇതുവരെ ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നിലവിൽ കണക്കുകൾ പുറത്തു വരുന്നത്. ഒപ്പം ലെബനിലെ ആക്രമണത്തിൻ്റെ കാര്യം പറഞ്ഞു. US പ്രസിഡന്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ ചില അനുരഞ്ജന ശ്രമങ്ങൾ, അതായത് റഷ്യ മുന്നോട്ട് വെക്കുന്നു നിർദ്ദേശങ്ങൾ. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നത് ആണവ കരാറിൽ നിന്ന് പിന്മാറില്ല, ആണവ നിരായുധീകരണം ഉണ്ടാവില്ല, ഒപ്പം ഹോർമൂസിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടും മാറ്റിവെച്ചാൽ മാത്രമാണ് സമാധാന ചർച്ചകൾക്കുള്ളത് എന്നാണ്. ഏതാണ്ട് ആ വഴിയിലേക്ക് ട്രംപും എത്തുന്ന സൂചനകളുണ്ടോ? വൈറ്റ് ഹൗസ് കാര്യമായി തന്നെ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു. സമാധാനം എന്നുള്ളത് ട്രംപിൻ്റെ കൂടി ആവശ്യമായി വന്ന പശ്ചാത്തലമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. അതായത് ഇപ്പോൾ ഇനിയൊരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയാൽ മാത്രമേ ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതും അതുപോലെ തന്നെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തങ്ങൾ ഒരു നിലപാടെടുക്കൂ എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും US അത്തരമൊരു നിർദ്ദേശം തന്നെ അത്തരമൊരു ഉറപ്പ് തന്നെ ഇറാന് നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയതാണ് ഇനിയൊരു ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധമായി മുന്നോട്ട് വരുന്നത് വരെ, ഈ ചർച്ചകൾ പൂർത്തിയാകുന്നത് വരെ US-ന്റെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഉണ്ടാകും എന്ന് ട്രംപ് നേരത്തെ തന്നെ ഇറാന് ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇറാന്റെ ഈ ഒരു നിർദ്ദേശം അത് ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ US അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഈ US-ഉം ഇറാനും തമ്മിലുള്ള വിഷയങ്ങളിൽ ഈ ഹോർമുസ് കടലെടുക്ക് വിഷയവും അതുപോലെ തന്നെ ആണവ വിഷയവുമാണ് പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളായി നിൽക്കുന്നത്. രണ്ടും വലിയൊരു കീറാമുട്ടി തന്നെയാണ്. പക്ഷേ ഇതിൽ പരിഹാരമാകാൻ ഏറെക്കുറെ സാധ്യതയുള്ളത് ഹോർമുസ് വിഷയത്തിൽ തന്നെയാണ്. US ഉപരോധം ഹോർമുസ് കടലിടുക്കിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ തങ്ങളുടെ ഉപരോധവും അവസാനിപ്പിക്കാം എന്നതാണ് ഇറാന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ സമവായമാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആണവ വിഷയം ഇപ്പോഴും ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുകയാണ്. കാരണം ഇറാൻ ഇപ്പോഴും വ്യക്തമാക്കുന്നത് ഇറാന്റെ ആണവ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ്. മാത്രമല്ല ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിൽ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അബ്ബാസ് അറക്ചി വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി എന്നാണ് വിവരമുള്ളത്. പക്ഷേ കാര്യങ്ങളിൽ ഒരു ധാരണ എത്തേണ്ടതുണ്ട്. ഏതായാലും ഒരു ചെറിയ ലക്ഷണം ചർച്ചകളുമായി ബന്ധപ്പെട്ട് സമാധാനവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അനക്കം പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കോൾട്ട് തോമസ് അലനെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ വധശ്രമം, ആയുധം കൈവശം വെക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഫാരിസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫാരിസ്, ഇന്നലെയാണ് അമേരിക്കയെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. ട്രംപിനെ മാത്രമല്ല ഇയാൾ വധിക്കാൻ ശ്രമിച്ചത്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും ഭീഷണി ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും മറ്റും ഭീഷണി ഉണ്ടായിരുന്നു. ഒപ്പം പല പരിഹാസങ്ങളും ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് ഇയാൾക്ക് ഇത്തരമൊരു പ്രവൃത്തി സാധിച്ചത് എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുളവാക്കി. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ് ഫാരിസ്? ഫാരിസ്, കേൾക്കാമോ? അതെ, കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ലോസ് ആഞ്ചലസുകാരനായ
തോമസ് അലനാണ് പ്രതിയായിട്ടുള്ളത്. ഇദ്ദേഹത്തെ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ തോക്കുകൾ കൈവശം വെച്ചതിനുമാണ് നിലവിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ അതുപോലെ തന്നെ ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചത് ജീവപര്യന്തം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആക്രമണത്തെ തുടർന്ന് ആക്രമണ സമയത്ത് ഇയാൾ 2 തോക്കുകളും 3 കത്തികളും കൈവശം വെച്ചിരുന്നു. അതും വകുപ്പുകളിൽ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കിടയിൽ തോക്കുകൾ കൊണ്ടുപോകൽ, അതുപോലെ തന്നെ കുറ്റകൃത്യത്തിനായിട്ട് തോക്കുകൾ ഉപയോഗിച്ചത് എന്നിവ 10 വർഷം വരെ കഠിന തടവുകൾ ലഭിക്കുന്നതിന് സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്. ഇദ്ദേഹത്തെ വീണ്ടും ഈ വരുന്ന വ്യാഴാഴ്ച വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പാരിസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ കോടതിയിലെ നിയമ നടപടികൾ നേരിടുകയാണ് അലൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെയുള്ള ചോദ്യങ്ങളോട്, ഇയാൾ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് രൂക്ഷമായ ഭാഷയിൽ ട്രംപ് പ്രതികരിക്കുന്ന ദൃശ്യങ്ങളും മറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കട, ഊളംപാറ, കവടിയാർ, അമ്പലമുക്ക് എന്നീ മേഖലകളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിനും പവർ കട്ടിനുമെതിരെ രൂക്ഷ പ്രതികരണവുമായി തീരദേശവാസികൾ. മുട്ടത്തറയിലെ ഫ്ളാറ്റുകളിൽ കഴിയുന്നവർക്ക് ആഴ്ചകളായി കുടിവെള്ളം എത്തുന്നില്ല എന്നാണ് പരാതി. ചൂടിന് പുറമെ കൂനിന്മേൽ കുരുവായി പവർ കട്ട് കൂടി എത്തിയതിൽ രോഷത്തിലാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിലടക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, ആഴ്ചകളായി തന്നെ കുടിവെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്നോടൊപ്പം മുട്ടത്തറ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഫ്ളാറ്റ് നിവാസികൾ ചേരുന്നു. എത്ര ദിവസമായി ഈ പ്രശ്നം? ഇപ്പം 2 മാസത്തോളം ആകുന്ന വെള്ളം ഇല്ലാതെ. ഈ താഴെ ഇത്തിരി വെള്ളം വരുന്നതാണ് എടുക്കുന്നത്. അത് താഴെയും വെള്ളവും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും രൂക്ഷമായിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ? ഇല്ല, 2 മാസമായി വെള്ളം ഇല്ലാതെ. താഴെ നിന്ന് വരുന്ന വെള്ളമാണ് കുറേശ്ശെ എടുക്കുന്നത്. അത് വല്ലപ്പോഴുമേ ആ വെള്ളം വരുവുള്ളൂ, സമയത്തിനില്ല. ടാങ്കറിൽ ഇവിടേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് താണ്ട് ഇപ്പോഴും കൊണ്ടുപോയി ടാങ്ക് വെച്ചിരിക്കുന്നു, വെള്ളം വന്നിട്ടില്ല. ഇന്നലെ കൊണ്ടുവച്ചതാണ്, വെള്ളം വന്നില്ല. അത് നമ്മൾ കുടിക്കൂല വെള്ളം ഒന്ന്. വല്ലവിടെ കൊണ്ടുവരുന്ന ചെളിവെള്ളം നമ്മൾ കുടിക്കുവോ? നമുക്ക് രോഗം ഉണ്ടാക്കുന്ന വെള്ളം കൊണ്ടുവച്ചിരിക്കുകയാണ് ഇവിടെ. ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുമോ? അതെടുത്താല് കുളിക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ചൊറിച്ചാലും ഒന്നാതെ ചൂട് ഇടുമ്പോ ആളുകൾ ചൂട് കുരുവില കിടന്ന് നീറയാണ്. ഈ ചൂട് സമയം പവർ കട്ട്, അവർക്കെന്ത് പവർ കട്ട് വേണമെന്നുണ്ടെങ്കിൽ 4 മണി 5 മണിയാകുമ്പോ ഈ സന്ധ്യ നേരം പവർ കട്ട് ആക്കണം. ഈ രാത്രിയൊക്കെ കിടക്കുമ്പോ 2 മണിക്കൂർ 3 മണിക്കൂർ പവർ കട്ട് ആകുമ്പോ ചൂടാല ആൾക്കാർക്ക് കിടക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന ഒരു പവർ കട്ട്. ഈ രാത്രി പുറത്തിറങ്ങിയിരിക്കാൻ പറ്റുമോ പെണ്ണുങ്ങൾക്ക്? ചുമ്മാ പവർ കട്ട്. നമ്മൾ ഇതുവരെ വെള്ളം എടുക്കുകയാണ്. അത് മുകളിൽ ചില സമയത്ത് വെള്ളം കിട്ടൂല. ഇതാ വെള്ളം ഇല്ലാതാണ്. നമ്മൾ എന്തൊരു ചെയ്യും? കുടിക്കുകയും ചെയ്യണം, കുളിക്കുകയും ചെയ്യണം. മക്കൾ ഈ സ്കൂളിൽ പോകണം. മക്കൾ എന്തിനും ചില സമയത്ത് വെള്ളം കിട്ടുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഓസിട്ട് ഞങ്ങൾ എവിടെ നിന്ന് വെള്ളം എടുക്കും? ഇന്നലെ കൊണ്ടുവച്ചതാണ് ടാങ്ക്. വെള്ളം വന്നിട്ടില്ല. എന്നാ വെള്ളം നമ്മളെങ്ങനെയാണ് ഇവിടെ നിന്ന് പോയി ഒരു കുടം കൊണ്ടുപോയി നമ്മൾ എടുക്കുമോ? മക്കൾക്ക് കുളിക്കാൻ വെള്ളം എടുക്കുമോ? 2 മാസം ആകുന്ന ടാങ്കിൽ വെള്ളം കയറാതെ ഈ 2 മാസം കൊണ്ട്. അപ്പൊ ഇതാണ് പ്രതിസന്ധി. ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം ടാങ്കിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഈ പ്രദേശങ്ങളെല്ലാം നേരിടുന്നത്. ഈ എല്ലാ ഫ്ളാറ്റുകളിലും നേരിടുന്ന ഒരു പ്രതിസന്ധി ഇതാണ്. ഈ വാട്ടർ കണക്ഷൻ, ഈ പൈപ്പ് ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ വെള്ളം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് എത്തിക്കാനും കഴിയില്ല. അഥവാ വന്നാലും വലിയ നേർത്ത അളവിൽ മാത്രമാണ് വെള്ളം വരുന്നത്. അതുകൊണ്ട് ആ വെള്ളം മുകളിലെ നിലയിലേക്ക് എത്താത്ത ഒരു സ്ഥിതിയാണ്. ഇതാണ് ഈ കണക്ഷനാണ്, അതായത് നഗരസഭയുടെ കണക്ഷനാണിത്, വാട്ടർ കണക്ഷനാണ്. പക്ഷേ കുടിവെള്ളത്തിനായി പൈപ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച ഇതാണ്. കാറ്റ് മാത്രമാണ് വരുന്നത്. പുറത്തേക്ക് ചെറിയൊരു ശബ്ദവും കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഞങ്ങൾ വെള്ളം മേളിലേക്ക് കയറ്റുന്നത്, എന്നാൽ പോലും വെള്ളം വരുന്നില്ല. പ്രഷറില്ല, ഒന്നുമില്ല. ആകെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ഇങ്ങനെയാണ്. ഇത് മാത്രമല്ല ഫ്രണ്ടിൽ അങ്ങനെ തന്നെയാണ് മൊത്തം എല്ലാവരും. ഇത്ര ഒരു രൂക്ഷമായ അവസ്ഥ ഈ ആഴ്ചയാണോ ഇങ്ങനെയായത്? ഇത് 1 മാസത്തിന് മേളിലായി.
അപ്പോൾ ഇതാണ് സാഹചര്യം. എന്തായാലും ഇതിന്റെ പേരിൽ നഗരസഭയുടെ കൗൺസിൽ യോഗത്തിലടക്കം വലിയ വാക്പോരുകൾ നടന്നിരുന്നു. ആ വാക്പോരുകൾക്കൊക്കെ അപ്പുറത്തേക്ക് ന്യായം ആരുടെ പക്ഷത്തായാലും, അതായത് നഗരസഭയുടെ വീഴ്ച അല്ല, അത് ജല അതോറിറ്റിയുടെ ആണ് എന്ന് പറഞ്ഞാണ് നഗരസഭയിൽ ഭരണപക്ഷം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അത് ആരുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഈ സാധാരണക്കാരായ മനുഷ്യർ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായേ മതിയാകൂ. അതിനുള്ള ഇടപെടലുകൾ എത്രയും വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ വലിയതുറയിൽ നിന്ന് മുട്ടത്തറയിൽ നിന്നടക്കമുള്ള തീരദേശവാസികളുടെ ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.